പക്ഷെ ഒരു ബഹിരാകാശ ഗവേഷക ശാസ്ത്രജ്ഞ യാത്രിക എന്നൊക്കെ നിലയിൽ സുനിത വില്യംസിനെ സംബന്ധിച്ച് ഇതൊരു വലിയ അവസരമായിട്ട് തന്നെയായിരിക്കും അല്ലെ അവർ ഉപയോഗിച്ചിട്ടുണ്ടാവുക. കാരണം ഇത്രയേറെ പരീക്ഷണങ്ങൾ നടത്തി ഇതിനിടയിൽ ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശ നടത്തം സാധ്യമാക്കിയ വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കി അങ്ങനെ കയ്യിൽ ഒരു പിടി റെക്കോർഡുമായിട്ട് തിരികെ വരുമ്പോൾ അങ്ങനെ ഒരു നേട്ടം കൂടി അവർ സ്വന്തമാക്കുന്നുണ്ട്. അപർണ കൂടി ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. അപർണ, എങ്ങനെയൊക്കെയാണ് പ്രതികരണങ്ങൾ വരുന്നത്? ഒരു പക്ഷേ ഈ ഒരു മണിക്കൂറിൽ നമ്മൾ ഒരു 4 മണിയോടെ തന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. തുടർന്ന് നമ്മൾ നാസയുടെ വാർത്താ സമ്മേളനം ഉൾപ്പെടെ പലതരം പ്രതികരണങ്ങൾ കാണുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് പ്രതികരണങ്ങൾ? ശ്രീജ, നാസയുടെ പുതിയ അപ്ഡേറ്റുകൾ ഇനി സ്വാഭാവികമായിട്ടും നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നതും അല്ലെങ്കിൽ കാതോർക്കുന്നതും ഏത് തരത്തിലാണ് ഇവരിത് സർവൈവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒരു സ്പേസ് മോഷൻ സിഗ്നസിന് ശേഷം എങ്ങനെയാണ് ഇനിയുള്ള മാസങ്ങൾ, ഒരുപക്ഷെ ആ മാസങ്ങളൊക്കെ കഠിനമായിരിക്കുമെന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നൊരു ബേബി ഫീറ്റ് അടക്കമുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ള വിലയിരുത്തലുകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. അതൊക്കെ എങ്ങനെയാണ് റീ അഡാപ്റ്റേഷൻ എന്നുള്ള ഒരു വാക്കാണ് നാസ കൃത്യമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഒരു ഫേസിലേക്ക് കടക്കുകയാണ്. ഇനി ഈ ഫിസിക്കൽ ഫിറ്റ്നസ് വീണ്ടെടുക്കുന്ന വ്യായാമങ്ങൾ ചെയ്യിക്കുന്ന ഒരു ഫേസിലേക്കായിരിക്കും കടക്കുക. അതുകൊണ്ട് തന്നെ ഇത് പുറത്തു വന്നപ്പോൾ ഇവർ ഹെൽത്തി ആയിട്ട് ആണ്, അങ്ങനെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് നാസ ആ ഒരു കാര്യമാണ് പുറത്തേക്ക് വിട്ടത്. ഇപ്പോഴും റീ അഡാപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല ഈ 2 പേരെ സംബന്ധിച്ചിടത്തോളം എന്നുള്ള ഒരു തീരുമാനമാണ്. മാനസികമായിട്ടുള്ള ആരോഗ്യവും സംബന്ധിച്ചും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നാസയിൽ നിന്ന് വരുന്നത്. പോകുമ്പോഴും ഇവരിത് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇതിങ്ങനെ എക്സ്റ്റെൻഡ് പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന ആശങ്ക എന്നുള്ളത് അങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല എന്നാണ് ഇപ്പോൾ നാസ വ്യക്തമാക്കുന്നത്. അത് പോകുമ്പോൾ തന്നെ ഇത്തരം മിഷനുകളെല്ലാം എക്സ്റ്റെൻഡഡ് മിഷനുകളായിട്ടാണ് തീർന്നിരുന്നത്. ഇത് ഒട്ടും ആൻറ്റിസിപ്പേറ്റ് ചെയ്യാത്ത കാര്യമല്ല. അങ്ങനെ ഇവർ മാനസികമായിട്ട് തയ്യാറെടുത്തിരുന്നു. ഇത് നീണ്ടു പോകുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, റേഡിയേഷനും കാർബൺ ഡൈ ഓക്സൈഡ് നിലയും ഒക്കെ വെച്ചിട്ട് ഇതെല്ലാം കൃത്യമായി നിരീക്ഷിച്ച ശേഷമാണ് വിട്ടത് എന്ന് ഉള്ള കാര്യം നാസ പറയുന്നുണ്ട്. അതായത് അത്തരത്തിലുള്ള ആശങ്കകളില്ല എന്നുള്ളത്. ഇനി മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, നാസയുടെ ഏറ്റവും മുതിർന്ന ഒഫീഷ്യൽസിനോട് ചോദിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യങ്ങൾ, ഇത്രയേറെ പണം ചെലവഴിച്ചിട്ട് സ്റ്റാർ ലൈനറിലുണ്ടായ മകൾ ഫംഗ്ഷൻ ബോയിങ്ങുമായിട്ടുള്ള ഒരു അഫിലിയേഷൻ അവസാനിപ്പിക്കുമോ എന്നുള്ളൊരു ചോദ്യത്തിന് അങ്ങനെ ഉണ്ടാകുകയില്ല എന്നുള്ളൊരു അഭിപ്രായം നാസയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു. കെലി ഓട്ട്ബർഗ് പുതിയ CEO ആയിട്ട് ജോയിൻ ചെയ്യുകയാണ് ബോയിങ്ങിൽ. അതുകൊണ്ട് തന്നെ അത് ഉറ്റുനോക്കുകയാണ് നാസ എന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ട് നാസ ഇത് ഒരു പരീക്ഷണത്തിന്റെ അടുത്ത ഘട്ടം എന്ന തരത്തിലാണ് കാണുന്നത്. 287 ദിവസം ചെലവഴിച്ച് സുനിത വില്യംസ് വരുമ്പോഴും വ്യക്തിപരമായിട്ട് സുനിതയുടെ കയ്യിൽ എത്ര റെക്കോർഡുകളുണ്ട് എന്നുള്ളൊരു ചോദ്യം ബാക്കിയുണ്ട്. കാരണം ഇപ്പോഴും ഏറ്റവും കൂടുതൽ കാലം സ്പേസിൽ ചെലവഴിച്ച വനിത എന്നുള്ള ആ റെക്കോർഡ് ക്രിസ്റ്റീന ഹാമക് കൊച്ചിന് അവകാശപ്പെട്ടതാണ്. അവരും ISS-ൽ തന്നെയാണ് 328 ദിവസമാണ് ISS-ൽ അവർ ചെലവഴിച്ചത്. ഒപ്പം ജെസിക്ക മേയറും അവർക്കൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ നാസയെ സംബന്ധിച്ചിടത്തോളം ഇത് പല നാഴികക്കല്ലുകളിൽ ഒന്നാണ് എന്ന തരത്തിൽ കാണുന്നിടത്ത് വലിയ ആശങ്കകൾക്കും അടിസ്ഥാനമില്ല. ഒരു വലിയ വിജയ പരീക്ഷണങ്ങളുടെ ഒരു തുടർച്ചയാണ് തങ്ങളിത് എന്നുകൂടി നാസ ഏറ്റവും പുതിയ വാർത്താ സമ്മേളനത്തിൽ കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. ശ്രീജ, അപർണയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി മടങ്ങിയെത്താം അപർണ.